everyone. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു അവസരം തന്നതിൽ എസൻസ് ഗ്ലോബൽ ബാംഗ്ലൂരിനോട് താങ്ക്സ് എ ലോട്ട്. സോ ഞാനിവിടെ പ്രസൻറ്റേഷന് ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് ധാർമ്മികത വെളിപാടുകൾക്കും അതീതം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹ്യൂമൻ സൊസൈറ്റിയിലും ദൈവവിശ്വാസം ഇല്ലെങ്കിൽ മതവിശ്വാസം ഒരുപാട് തീവ്രമായോ അത് വളരെ ഡൈല്യൂട്ടഡായോ ഉണ്ടായിരിക്കും. ഈവൻ സ്കാൻഡിനേവിയൻ കൺട്രീസിലായാലും കുറച്ച് ആൾക്കാരെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും. ലൈക്ക് ഒരു സെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ബിലീഫ് ഇൻ ഗോഡിലെ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ആൻഡ് അതിന് ഒരു എവല്യൂഷണറി അഡ്വാൻറ്റേജ് ഉണ്ട്. ബട്ട് ദെൻ എന്താ പറയുക, ഈ ഒരു എവല്യൂഷണറി അഡ്വാൻറ്റേജ് മനുഷ്യൻ്റെ ഇത് ഇന്നത്തെ കാലത്ത് ആവശ്യമുണ്ടോ? ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് മനുഷ്യന് കിട്ടിയത് ഈ ദൈവം എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിയിൽ നിന്നാണോ, റിലീജിയൻ ഡിക്റ്റേറ്റ് ചെയ്ത കാര്യങ്ങളിൽ നിന്നാണോ? ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ദൈവം ഇല്ലെങ്കിൽ റിലീജിയൻ അതിലുള്ള ഇമ്മോറലായിട്ടുള്ള കാര്യങ്ങളല്ല. അത് എന്നെക്കാട്ടിലും സീനിയറായിട്ടുള്ള എസൻസ് ഗ്ലോബലിലുള്ള സ്പീക്കേഴ്സ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ധാർമ്മികത മനുഷ്യനിൽ നിന്നും മുന്നേ തന്നെ ഈ ലോകത്തുണ്ടായിരുന്നു. ഈവൻ അധാർമികത പോലും ഇപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്കറിയാൻ പറ്റും. മാത്രമല്ല, ഞാൻ പറയാൻ ശ്രമിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മതത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മികത നമുക്ക് ആവശ്യമില്ല. അതേപോലെ തന്നെ ചില അവസരങ്ങളിൽ ചിലപ്പോൾ അത് നമുക്ക് അപകടകരമാകാനും ചാൻസ് ഉണ്ട്. സോ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ നമ്മളുടെ അടുത്ത് പലപ്പോഴും പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം ഒരാൾ കാണുന്നുണ്ട്, ദൈവം എല്ലാം കാണുന്നുണ്ട്. സോ എനിക്ക് ചെറുപ്പത്തിലേ തോന്നിയിട്ടുണ്ട്, ഓക്കെ, ദൈവം ഇങ്ങനെ ഒരു സർവൈലൻസ് ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു തോട്ട് എക്സ്പെരിമെൻറ്റ് ഒരു കുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം ദൈവം ഒരു ബ്രേക്ക് എടുക്കുകയാണ്, ഇവിടെ ഒരു ഇൻട്രോയിൽ പറഞ്ഞ കൂട്ട് ബ്രേക്ക് എടുക്കുകയാണ്, ഞാൻ അന്നേരം എന്ത് ചെയ്യും എന്നേലും നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം ദൈവം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. നിങ്ങളൊരു മോറൽ ഡിസിഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് തീരുമാനിക്കും? എന്തായാലും ദൈവം കാണുന്നില്ല, ആരും എന്നെ റെസ്പോൺസിബിളായിട്ട് ഹോൾഡ് ചെയ്യാൻ പോകുന്നില്ല, എനിക്ക് തോന്നിയ പോലെ ചെയ്യാം. നിങ്ങളുടെ മനസാക്ഷി എന്നേലും അത് അനുവദിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ ദൈവം കാണാത്തതുകൊണ്ട് നിങ്ങളുടെ മൊറാലിറ്റിയിൽ ഓക്കെ എന്ന് തോന്നുന്ന തെറ്റുകളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തെന്നിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പോകത്തില്ല. നമുക്കിത് എങ്ങനെ ആ ഒരു ഡൈനാമിക്സ് എന്നുള്ളത് നോക്കാം. നമ്മൾ സയൻസ് ബേസിലെ എവല്യൂഷനിലോട്ടൊന്ന് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ റിലീജിയൻ വന്നിട്ട് ഏകദേശം 5000-6000 വർഷമേ ആയിട്ടുള്ളൂ. ഹ്യൂമൻ സിവിലൈസേഷൻ ഇല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് വന്നിട്ട് ഏകദേശം ഒരു 10000 വർഷം, ഇന്നത്തേന് നോക്കിക്കഴിഞ്ഞാൽ 10000 വർഷം മുന്നെയാണ് വന്നത്. പക്ഷേ ഹോമോസാപ്പിയൻസ് കാട്ടിൽ നിന്നും ഇന്ന് വരെ വന്നത് ഏകദേശം ഒരു 1.5 ലക്ഷം വർഷം എടുത്തിട്ടാണ്. ഈ 10000-നും 1.5 ലക്ഷം വർഷത്തിനും ഇടയ്ക്കായിട്ട് കുറേ ട്രൈബ്സ് അവിടെ കാട്ടിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ട്. അവിടെ ഹൈറാർക്കീസും മോറൽ സിസ്റ്റംസും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് അവർ താമസിച്ചിരുന്നത്. ഇപ്പം ഉൾക്കാടുകളിലുള്ള ട്രൈബൽ സിസ്റ്റംസ് നോക്കിക്കഴിഞ്ഞാലും അങ്ങനത്തെ റുഡിമെൻ്ററി ഫോംസ് ഓഫ് എന്താ പറയുന്നത് മോറൽ സിസ്റ്റംസും സൊസൈറ്റിയൽ നോംസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി എന്താണ് മൊറാലിറ്റിയിലെ ബേസിക് കാര്യങ്ങളെന്നൊന്ന് നമുക്ക് നോക്കാം. കെയർ, അതേപോലെ തന്നെ ജസ്റ്റിസ്, നീതിബോധം, റെസിപ്രോസിറ്റി. ഒരാൾ നമ്മൾക്ക് ഒരു ഹെൽപ്പ് ചെയ്തു, നമ്മൾ തിരിച്ച് ആ ആൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നു, നമ്മൾ ഒരു ഗ്രേറ്റ്ഫുൾനെസ് നമ്മൾ കാണിക്കുന്നു ആ ആളോട്. അതേപോലെ തന്നെ ഇൻ ഗ്രൂപ്പ്, അതായത് ഇത് നമ്മളുടെ ആളാണ്, അത് നമ്മളുടെ ആളല്ല. അതായത് RCB CSK, ഞാൻ RCBയുടെ ഫാനാണ്, അത് CSKയുടെ ഫാനാണ്. സോ RCB ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് വാവ്. പക്ഷേ ഇത് പണ്ടത്തെ കാലത്തോട് കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു
കൺട്രി ലെവൽ വാർ. സോ ഫുൾ ജോഷിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിലെ എന്താ പറയുന്നത് വാറിലോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ഇൻ ഗ്രൂപ്പ് ബിഹേവിയർ മതിയാകുമായിരുന്നു. ഇനി അതോറിറ്റി ആൻഡ് റെസ്പെക്റ്റ്, ഇതും ഈ പറയുന്ന ഒരു മോറൽ സിസ്റ്റത്തിൻ്റെ അകത്ത്, അതായത് ഒരു സോഷ്യൽ ഒരു കോപ്പറേഷൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ നോംസിനകത്ത് വരുന്ന ഒരു കാര്യമാണ് അതോറിറ്റി ആൻഡ് റെസ്പെക്റ്റ്. മനുഷ്യനെക്കാട്ടിലും അതീതമാണ് മൊറാലിറ്റി ആൻഡ് ഇമ്മൊറാലിറ്റി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ അതൊന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആനിമൽ വേൾഡിൽ ഈ മൊറാലിറ്റിയിൽ വേണ്ടുന്ന ലൈക്ക് കെയർ, അതിലൊക്കെ വേണ്ടുന്ന കാര്യങ്ങളാണ് എംപത്തി ആൻഡ് കമ്പാഷൻ. സോ ഒരു ഫേമസ് എക്സ്പെരിമെൻ്റാണ്, നിങ്ങൾ ആ ആദ്യത്തെ റാറ്റ് അത് കാണുന്നത് ഒരു വളരെ ഫേമസ് എക്സ്പെരിമെൻ്റാണ്. 2 സ്റ്റെപ്പ് എക്സ്പെരിമെൻ്റാണ്. ആദ്യത്തെ സ്റ്റെപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റാറ്റ്സ്, ഒരു റാറ്റ് ഒരു ലിവർ പ്രസ് ചെയ്യും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാറ്റിനൊരു ഫുഡ് കിട്ടും. പക്ഷേ അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന മറ്റേ റാറ്റിന് ഇലക്ട്രിക് ഷോക്ക് കിട്ടും. ഇത് മനസ്സിലാക്കിയതോടുകൂടി ആദ്യത്തെ റാറ്റ് ആ ലിവർ പ്രസ് ചെയ്യുന്നത് നിർത്തി, അതിന് ഫുഡ് വേണ്ട. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിന് ഒന്നിച്ച് ഇലക്ട്രിക് ഷോക്ക് കൊടുത്തു. സോ അവർക്ക് എക്സ്പീരിയൻസ് വന്നു എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇതിലെ 2 എലീനെ എടുത്തു, 2 സെപ്പറേറ്റ് ആയിട്ടുള്ള ബോക്സിൽ വെച്ചു. പിന്നെയും ഈ ലിവർ പ്രസ് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് വെച്ചു. ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2 പേർക്കും ഇലക്ട്രിക് ഷോക്ക് എന്തുവാന്നുള്ളത് ഇപ്പം അറിയാം. ഇത്തവണ എലി ആ ലിവർ പ്രസ് ചെയ്യാൻ ശ്രമിച്ചില്ല. പകരം മറ്റേ എലീൻ്റെ അടുത്തോട്ട് പോയിട്ട് ആ എലീനെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. സോ ഈവൻ നമ്മൾ റോഡൻറ്റ് എന്ന് കരുതുന്ന എലിക്ക് പോലും എംപതി എന്നുള്ളൊരു ഫീലിംഗ് റൂഡിമെൻ്ററി ഫോമിലായാലും ഉണ്ട്. താഴെ കാണുന്ന ആ ചിമ്പാൻസി വിത്ത് എ ലേഡി, ഹർ നെയിം ഇസ് നാദിയ കോട്സ്. പുള്ളിക്കാരി ഒരു 19th century റഷ്യൻ ആനിമൽ സൈക്കോളജിസ്റ്റ് ആണ്. ഷീ ഈസ് ഫസ്റ്റ് ആനിമൽ സൈക്കോളജിസ്റ്റ് ആക്ച്വലി. പുള്ളിക്കാരി ഒരു വളരെ യങ് ആയിട്ടുള്ളൊരു ചിമ്പാൻസീനെ ദത്തെടുത്തായിരുന്നു. ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി 2 പേരും. ഈ ചിമ്പാൻസിയുടെ ഒരു കുരുത്തക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില നേരത്ത് റൂഫ് ടോപ്പിൽ കയറിപ്പോവും വീട്ടിൻ്റെ. ഇനി എന്തൊക്കെ കാണിച്ച് വിളിച്ചാലും വരത്തില്ല. ടോയ്സ് കാണിച്ചാലും ശരി, ഫുഡ് കാണിച്ചാലും ശരി, എന്ത് ചെയ്താലും വരത്തില്ല. അവസാനത്തെ ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി വന്നിരുന്ന് കരഞ്ഞ് കാണിക്കുമ്പം ആ ഒരു വിഷമം കാണുമ്പം ആ ചിമ്പാൻസി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയും എന്താ പറയുന്നത് കൺസോൾ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. ഇത് എന്താ പറയുന്നത് ഇൻ്റർ സ്പീഷീസ് ആണ്. ഓക്കെ, ആ ചിമ്പാൻസി വേറെ ചിമ്പാൻസീസിനെ കണ്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കമ്പാഷൻ, ഈ ബൊണോബോസ് ആൻഡ് ചിമ്പാൻസീസ്, ഇവരുടെ ഇടയിൽ പല സമയത്തും കോൺഫ്ലിക്ട്സ് ഉണ്ടാകാറുണ്ട്. ചില ചിമ്പാൻസീസൊക്കെ അടികൊണ്ട് വല്ലാതാകാറുണ്ട്. അപ്പം വേറെ ചിമ്പാൻസീസൊക്കെ വന്നിട്ട് അവരെ സമാധാനിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ടായ ബൊണോബോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ ബൊണോബോ വന്നിട്ട് അതിനെ സമാധാനിപ്പിക്കുന്ന കാണാം, ഹഗ് ചെയ്യുന്ന കാണാം, ഗ്രൂം ചെയ്യുന്ന കാണാം. ഇത് കമ്പാഷൻ്റെ ആ ഒരു ഫോമാണ് ഈ ചിമ്പാൻസീസിൻ്റെ ഇടയിലും. ഇനി താഴെ കാണുന്ന ലോറൻസ് ആന്റണി ആൻഡ് ഹിസ് എലിഫൻസ്. ലോറൻസ് ആന്റണി സൗത്ത് ആഫ്രിക്കയിലെ ഉള്ളൊരു കൺസർവേഷനിസ്റ്റാണ്. പുള്ളിക്കാരനൊരു 5000 ഏക്കറിൻ്റെ ഒരു റിസർവ് ഉണ്ടാക്കിയായിരുന്നു എലിഫൻസിന് വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ ആക്ച്വലി ഒരു എലിഫൻറ്റ് വിസ്പറർ ആയിരുന്നു. അവിടുത്തെ എലിഫൻസിനൊക്കെ ഭയങ്കര കാര്യമായിരുന്നു പുള്ളിക്കാരനെ. പക്ഷെ പുള്ളിക്കാരനൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. ഈ ആനകളുടെ ഒരു റിച്വൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡെഡ് ബോഡീന് വേണ്ടിയിട്ട് ഒരു ആഴ്ചകളോളം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കും. അത് കഴിഞ്ഞിട്ട് ആ റിമെയിൻസിനെ കാണാൻ വർഷങ്ങളോളം, ആ ഡെഡ് ബോഡീൻ്റെ ബാക്കി കാണാനായിട്ട് വർഷങ്ങളോളം ആ വഴി വരുമ്പോൾ അവിടെ വിസിറ്റ് ചെയ്തിട്ട് പോകും. അതേ റിച്വൽ ഈ ആനകളും ഈ പുള്ളിക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഇതും ഒരു ഇൻ്റർ സ്പീഷീസ് കമ്പാഷനാണ്. ഇവിടെ മറ്റേ ആനകൾ ഒരു ഗ്രൂപ്പായിട്ടാണുള്ളത്, ബട്ട് ഈ ഒരു ഫീലിംഗ് വന്നത് മനുഷ്യനോട്. സോ ഇതൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ല. ഒരു ആന ഐസൊലേറ്റഡ് ആയിട്ട് ഒരു മനുഷ്യനെ മാത്രം അറിയുന്നൊരു സിറ്റുവേഷനിൽ വന്ന ഒരു കാര്യം അല്ല. ജസ്റ്റിസ് ഇല്ലെങ്കിൽ ഫെയർനെസ്. സോ monkeys and the unequal
പേ. സോ ഐ ഹൈലി റെക്കമെൻഡ് നിങ്ങളിത് യൂട്യൂബിൽ പോയി കാണണം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. 2 കപ്പൂച്ചിൻ മങ്കീസ്, അതായത് ഒരു കേജിലിരിക്കുകയാണ്, അവർക്ക് അൺഈക്വൽ പേ കൊടുക്കുകയാണ്. 2 പേരും ഒരേ ടാസ്ക് ചെയ്യുന്നു, പക്ഷെ ഒരാൾക്ക് കുക്കുംബറാണ് കൊടുക്കുന്നത്, ഒരാൾക്ക് ഗ്രേപ്സ് കൊടുക്കുന്നു. ആദ്യം കുക്കുംബർ കിട്ടിയ ആൾ പിന്നെ ടാസ്ക് ചെയ്യും. 2ാമത്തെ തവണ അതേ കൈയടിച്ചാണ് പ്രതിഷേധം കാണിക്കുന്നത്. സോ ഈ ജസ്റ്റിസ് ആൻഡ് ഫെയർനെസ് ഈ പറയുന്ന പ്രൈമേറ്റ്സിനും ഉള്ളിലുണ്ട്. റെസിപ്രോസിറ്റി, ഇതൊരു ഫേമസ് എക്സ്പെരിമെൻറ്റ്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. വാമ്പയർ ബാറ്റ്സ് അവർ സർവൈവ് ചെയ്യുന്ന ബ്ലഡ് മീലിലാണ്. ഇപ്പം ചില ബാറ്റ്സിന് ഫുഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലുള്ള കോളനിയിലുള്ള വേറെ ബാറ്റ് വന്നിട്ട് ഫീഡ് ചെയ്യും. എന്നിട്ട് പല സമയത്തും തിരിച്ച് ആ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈവൻ മനുഷ്യ കുഞ്ഞുങ്ങളിൽ നടത്തിയിട്ടുള്ള പല എക്സ്പെരിമെൻസിലും കാണാൻ കഴിയുന്നത് ബേബീസിന് ഒരു മോറൽ ടെൻഡൻസി ഉണ്ടെന്നുള്ളതാണ്. അതായത് മനുഷ്യ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഒരു ധാർമ്മിക ബോധം ഉള്ള ഒരു ഫ്രെയിം വർക്ക് ഉള്ള ഒരു ബ്രെയിനുമായിട്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിലൊന്നിലും ഒരു റിലീജിയസ് ഇല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനൊക്കത്തില്ല ഈ ഒരു ആക്ടിവിറ്റിയിലും, ഈ ഒരു ബിഹേവിയറിലും. ഇനി ഇവർക്കൊക്കെ ഈ ദൈവമില്ലാതെ ഈ നന്മയും ഒക്കെ തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ നമുക്കെന്തുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ ആവശ്യം വരുന്നു? നമുക്ക് ചിന്തിച്ച് റീസൺ ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിട്ട് എന്തുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ ആവശ്യം വരുന്നു? അതൊരു ചോദ്യമാണ്, നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇനിയും ഈ ആനിമൽ വേൾഡിൽ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അതായത് ഈ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് വേറെ ആനിമൽസിനെ തിന്നുന്നതല്ല, ബട്ട് ആക്ച്വൽ ഇമ്മോറൽ ആക്ടിവിറ്റീസ് നടക്കുന്നതുണ്ട്. ആൻഡ് അഗൈൻ ഇത് ഇച്ചിരി ബ്രൂട്ടലാണ്, ബട്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ കാണരുത്. നിങ്ങൾ ഇത് ഓരോന്നും ഇഫ് യു ആർ ഓക്കെ, ഗോ ഹെഡ് ആൻഡ് വാച്ച് ദിസ്. ആദ്യത്തേത് ഇൻഫെൻറ്റിസൈഡ്. വേറൊരു സ്ട്രേഞ്ച് ലയൺ വന്നിട്ട് ഒരു പ്രൈഡ്, അതായത് ഒരു മെയിൽ ലയൺ ഉണ്ട്, ആ മെയിൽ ലയണിൻ്റെ ഫീമെയിൽ ഉണ്ട്, കുട്ടികളുണ്ട്. അതിനെ ടേക്ക് ഓവർ ചെയ്ത് ആ ഫീമെയിലിൻ്റെ കുട്ടികളെ കൊന്നതിന് ശേഷം ആ ഫീമെയിലുമായിട്ട് മേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഇൻഫിഡിലിറ്റി. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഒരു പാർട്ട്ണർ ചതിക്കുന്നു എന്നുള്ളത് മനുഷ്യനിൽ മാത്രമല്ല ഉള്ളത്. ഇപ്പം വളരെ ക്യൂട്ടായിട്ട് തോന്നുന്ന പെൻഗ്വിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ട്നേഴ്സിനെ ചതിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, നാറ്റ് ജിയോ ഉണ്ട്. അത് അവസാനം കടിച്ചു പറിക്കുന്ന ഒരു സീന് വരെ എത്തുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അഗൈൻ ഇൻഫിഡിലിറ്റി. ഒരു 30% ഓഫ് പെൻഗ്വിൻസ് എൻഗേജ് ഇൻ ഇൻഫിഡിലിറ്റി. പിന്നെ സെക്ഷൽ കോവേഷൻ. ഈ മലാഡ് ഡഗ്സ് ആണിത്. അതിൽ ഫീമെയിൽസിനെ പല സമയത്തും ഒരു മൾട്ടിപ്പിൾ മെയിൽ ഡക്സ് ചേർന്ന് ഒന്നിച്ച് വയലൻ്റ് ആയിട്ട് സെക്ഷുവൽ കോവേഷനിലെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാറുണ്ട്. പല സമയത്തും ചിലപ്പോൾ ഫീമെയിൽസ് മരിച്ചു പോകാറുമുണ്ട്. പിന്നെ ചില കേസസിൽ വീക്കായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പാരൻസ് തന്നെ അതിനെ നെഗ്ലക്റ്റ് ചെയ്യുകയോ കൊന്നുകളയുകയോ ചെയ്യും. അതാണ് ആ പാരൻ്റൽ ഇൻഫെൻറ്റിസൈഡ് എന്ന് പറയുന്നത്. ഇത് BBC-യിൽ വന്ന ഒരു ഷൂബിൽ എന്ന് പറയുന്ന ഒരു ബേർഡിൻ്റെ എക്സാമ്പിളാണ്. പിന്നെ അതോറിറ്റി. ഇത് ഒരു ഡാർക്ക് സൈഡ് ഓഫ് അതോറിറ്റിയാണ്. അതായത് മിയർ കാറ്റ്സ് എന്ന് പറയുന്ന ഒരു ലീമർ ഗ്രൂപ്പിലുള്ള ഒരു ആനിമലാണ്. അതൊരു മേട്രിയാർക്കൽ സൊസൈറ്റി ആയിരിക്കും. ഒരു ആൽഫ ഫീമെയിൽ മാത്രം ഉണ്ടായിരിക്കും. അവർ മാത്രമേ, ആ ഒരു ഫീമെയിൽ മാത്രമേ മേറ്റ് ചെയ്യത്തുള്ളൂ, ആ ഒരു ഫീമെയിൽ മാത്രമേ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ. ബാക്കിയുള്ള ഫീമെയിൽസിൻ്റെ ജോലി ആ കുഞ്ഞുങ്ങളെ പരിചരിക്കുക എന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും ഫീമെയിൽ മേറ്റ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആൽഫ ഫീമെയിൽ അതിനെ ഒന്നെങ്കിൽ കൊന്നു കളയും, അല്ല എന്നുണ്ടെങ്കിൽ അതിനെ കടിച്ചു പറിച്ചു ഓടിച്ചു കളയും. ഇതാണ് അതിൻ്റെ ബിഹേവിയർ. ഇനി
ഈ പറയുന്ന മോറൽ ഇമ്മോറൽ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ നോക്കിയ എക്സാമ്പിളിലെ എല്ലാം നമ്മൾ കാണുന്നത് ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് ജീവിക്കുന്ന ആനിമൽസിലാണ് കൂടുതലും. സോ ഇത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിച്ച് ജീവിക്കണമെങ്കിൽ നമ്മൾ കൊടുത്തും വാങ്ങിയും മനസ്സിലാക്കിയും എല്ലാം ജീവിക്കണം. നമ്മൾ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രിഡേറ്റേഴ്സിന് രക്ഷപ്പെടാം. അതേപോലെ തന്നെ നമ്മൾ ഒന്നിച്ച് ജീവിക്കുമ്പോൾ റിസോഴ്സ് ഷെയർ ചെയ്യുകയും വേണം. നമുക്കും കുറഞ്ഞു പോകരുത്, അതേസമയം നമ്മൾ സർവൈവ് ചെയ്യുകയും വേണം. സോ ഈ ഒരു ഡൈനാമിക്സിലാണ് മൊറാലിറ്റിയും ഇമ്മൊറാലിറ്റിയും എല്ലാം വന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ ആനിമൽ വേൾഡിൽ എളുപ്പമാണ്, റിലേറ്റീവ്ലി കുറച്ച് എളുപ്പമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഗ്രൂപ്പ് ഇച്ചിരി ചെറുതായിരിക്കും. സോ അവർക്ക് കോഓപ്പറേറ്റ് ചെയ്ത് ഒന്നിച്ച് ജീവിക്കണം. പക്ഷേ അവർ ആ ഒരു ഗ്രൂപ്പ് എപ്പോഴും സ്മോൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ആനകളുടെ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് ആനകൾ മാറി വേറൊരു ഗ്രൂപ്പായിട്ട് അവരങ്ങ് പോകും. സോ ഒരിക്കലും ഗ്രൂപ്പ് ഒരു പരിധി കൂടുതൽ വലുതാവത്തില്ല. സോ അത് മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർക്ക് കോഓപ്പറേറ്റ് ചെയ്യുകയും വേണം, പക്ഷേ അവരുടെ ഗ്രൂപ്പ് വളരെ ലാർജ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനീസൊക്കെ നോക്കി കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസാണ്. സോ നമ്മളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. സോ ഇവരെ ഒന്നിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഒരു ക്രിയേറ്റീവ് ഐഡിയ ആവശ്യമുണ്ട്. സോ ഈ ഒരു കോഓപ്പറേഷൻ എങ്ങനെ ആ ഒരു ബിഹേവിയർ കൊണ്ടുവരും? സോ ഇവൻച്വലി ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിരുന്നു ബൈ ദീസ് 2 സയൻറ്റിസ്റ്റ്, ഫെയർ ആൻഡ് ഗെച്ചർ. സോ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൊണ്ടുവന്നു, അവർക്ക് കുറച്ച് പൈസ കൊടുത്തു. പൈസ കൊടുത്തതിന് ശേഷം അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ പൈസ തിരിച്ചു തരിക. തിരിച്ചു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അത്രയും പൈസ തന്നെ തിരിച്ച് ആഡ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഡബിൾ പൈസ കിട്ടും. പക്ഷെ അത് പലതവണ ചെയ്യും തോറും ആൾക്കാർ തിരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കുറഞ്ഞു. അതായത് നല്ല കാര്യത്തിനാണെങ്കിൽ പോലും ആൾക്കാർ തിരിച്ച് പൈസ ഇടുന്നത് കുറഞ്ഞു. അവസാനം അവർ ഒരു ഫാക്ടറും കൂടെ ആഡ് ചെയ്തു. ശരി, ആഡ് ചെയ്യാത്ത, അതായത് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാവുന്നതായി. അതായത് നിങ്ങൾ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മേ ബി അവരെക്കുറിച്ച് ഗോസിപ്പ് ചെയ്തോ, ഇല്ലെങ്കിൽ അവർ ചീത്ത ആൾക്കാരാണെന്ന് പറഞ്ഞോ, അങ്ങനെയൊക്കെ പറയാവുന്നതായി. അങ്ങനെ വന്നപ്പോഴത്തേനും പണിഷ്മെൻറ്റ് ഇൻവോൾവ് ആയപ്പോഴത്തേക്കും ആൾക്കാർ പണിഷ്മെൻറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ വന്നിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി, പൈസ ഇടാൻ തുടങ്ങി. സോ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ 2 ഫാക്ടേഴ്സും, അതായത് ഈ പറയുന്ന റിവാർഡ് അതേപോലെ തന്നെ പണിഷ്മെൻറ്റ്, ഈ 2 ഫാക്ടേഴ്സും ഒന്നിച്ച് കാര്യങ്ങൾ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. സോ ഇത് ബേസിക്കലി മോഡേൺ ഡേ റിലീജിയൻ്റെ ബേസിസ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൽ ഉള്ള പ്രശ്നങ്ങൾ എന്താ? നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത ആൾക്കാരാണ്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് മാത്രം നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ മൊറാലിറ്റി ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ബേസിക്കലി ഒരു വലിയൊരു അതോറിറ്റിയുടെ മുന്നിൽ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യാതെ നമ്മളെല്ലാം എഗ്രി ചെയ്ത് കൊടുക്കുകയാണ്. സോ അങ്ങനെ വരുമ്പം നമ്മൾ സ്വയം ചിന്തിക്കുന്നില്ല, റീസൺ ചെയ്യുന്നില്ല. അവിടെ ദൈവമുണ്ട്, ബട്ട് ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല. സെൽഫ് അപ്പോയിൻറ്റഡ് ആയിട്ട് ആരെങ്കിലും കാണും. ആളെന്തായാലും പവർ ആൻഡ് അതോറിറ്റി ആഗ്രഹിക്കുന്ന ആളായിരിക്കും. ആ ആൾ പറയുന്നതെല്ലാം കേട്ട് നമ്മൾ മിണ്ടാതെ ജീവിക്കും. ഇന്നത്തെ കാലത്ത് അത് പറ്റാത്ത കാരണം കൊണ്ട് കുറച്ചൊക്കെ അവരും മിണ്ടാതിരിക്കുന്നുണ്ട്, ഇല്ലേ അവരെ അതിനെ സമ്മതിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ആൾക്കാരെ ഈ പറയുന്ന പോലെ പേടിപ്പിച്ചും കൊതിപ്പിച്ചും ഒക്കെ ഓരോന്ന് ചെയ്യിപ്പിക്കുമ്പം ഒരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി ആൾക്കാർക്ക് വരത്തില്ല. നേരത്തെ പറഞ്ഞ ഒരു സർവൈലൻസ് സിസ്റ്റം ഓഫാക്കി കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വരുമോ? ഞാൻ ഇന്ന ഒരു കാര്യം ചെയ്തു, അത് എൻ്റെ ദൈവം പറഞ്ഞിട്ടുണ്ട് ചെയ്യാമെന്ന്, അതുകൊണ്ട് ഞാൻ ചെയ്തു. സോ വാട്ട്? ഒരു തവണ പോലും ഞാൻ ചിന്തിക്കുന്നില്ല അത് ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ. എൻ്റെ ആസ് എ ഹ്യൂമൻ ബീയിങ് എനിക്ക് ബ്രെയിൻ ഉണ്ട്, എനിക്ക് റീസണിങ് കേപ്പബിലിറ്റി ഉണ്ട്, പക്ഷെ ഞാൻ ആ ബുദ്ധി ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ പകരം ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ മാറ്റി വയ്ക്കുകയാണ്, അതിനെ എൻകറേജ് ചെയ്യുകയാണ് ഈ പറയുന്ന റിലീജിയൻ, ഇല്ല റിലീജിയൻ പോലത്തെ ഏത് ഐഡിയോളജിയും. ഇനി അണ്ടർമൈനിങ്, ഓക്കെ, ഇതിനൊരു ഫേമസ് കോട്ടുണ്ട് ക്രിസ്റ്റഫർ ഹിച്ചൻസിൻ്റെ.
Good people will do good things, bad people will do bad things. But if you want good people to do bad things, you need religion. അതായത് നല്ല ആൾക്കാർ നല്ല കാര്യം ചെയ്യും, ചീത്ത ആൾക്കാർ ചീത്ത കാര്യങ്ങളും ചെയ്യും. പക്ഷെ നല്ല ആൾക്കാരെ കൊണ്ട് ചീത്ത കാര്യം ചെയ്യിക്കണമെങ്കിൽ അവിടെ മതം വേണം. പിന്നെ അതേപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിവാർഡ് പണിഷ്മെൻറ്റ് റിലീജിയൻ, ഇതിന് ഒരു വളരെ സ്റ്റാഗ്നേഷൻ ഉണ്ട്. ഒരിക്കലും ഒഴുകാത്തൊരു നദിയാണത്. ബേസിക്കലി കെട്ടിക്കിടക്കുന്ന ഒരു പോണ്ടാണത്. അത് ഇവോൾവ് ആകുന്നില്ല, കാലത്തിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്യുന്നില്ല. സോ മനുഷ്യനത് ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നില്ല. പക്ഷെ എല്ലാം ഒരു പെർട്ടിക്കുലർ അതോറിറ്റീനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ഇല്ലെങ്കിൽ ആ അതോറിറ്റി തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ, ഇല്ലെ ആ അതോറിറ്റീനെ പേടിച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അത് ഒരു കുറേയൊക്കെ ഒരു ടോട്ടാലിറ്റേറിയൻ ഇല്ലെങ്കിൽ ഒരു അതോറിറ്റേറ്റീവ് റെജീമിനെ പോലെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ കൂടുതൽ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് മോർ ഓഫ് എ അഥോറിറ്റേറിയനിസം. ദാറ്റ് ഈസ് വൺ പ്രോബ്ലം ദാറ്റ് ഐ എം സെയിങ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മനുഷ്യനെക്കാട്ടിലും മുന്നേ മൊറാലിറ്റി ഉണ്ട്. അത് ആനിമൽസിൽ ഓൾറെഡി ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു. രണ്ടാമത്, മനുഷ്യനിൽ റിലീജിയൻ വെച്ച് മൊറാലിറ്റി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒന്ന് അതോറിറ്റേറിയനിസം നമുക്ക് കാണാൻ പറ്റും. അത് ഇന്നത്തെ കാലത്ത് ഒരുപാട് തീവ്രമായി റിലീജിയനിൽ ബേസ് ചെയ്ത ഏത് സൊസൈറ്റിയിലും നമുക്കത് കാണാൻ പറ്റും. ഇനി ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത് മൊറാലിറ്റി എന്തിൻ്റെ ബേസിസിലായിരിക്കണം? സയൻസ്, ഫ്രീ തിങ്കിങ്, സെക്യുലറിസം, ഹ്യൂമനിസം, ഹ്യൂമൻ റീസണിങ്, എംപതി ആൻഡ് ഷെയർഡ് സോഷ്യൽ വാല്യൂസ്. ഞാൻ ഓരോന്നിലേക്കും പോകുന്നില്ല. ബട്ട് ഞാൻ മെയിനായിട്ട് ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സയൻസാണ്. കാര്യം ഡീറ്റെയിൽ ഓരോന്നും പോയി കഴിഞ്ഞാൽ ഇന്ന് തീരത്തില്ല. സോ സയൻസ് എങ്ങനെയാണ് മൊറാലിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്നത്? ദ ഫാക്ട് ദാറ്റ് സയൻസ് ഗിവ്സ് ഫാക്ട്, അതായത് മനുഷ്യനെക്കുറിച്ചും ഈ ലോകത്തിനെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ സയൻസ് തരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് ജെൻഡർ ഇക്വാളിറ്റി, സെക്ഷൽ ഓറിയൻറ്റേഷൻ, സെയിം സെക്സ് മാരേജ്, ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്, അബോർഷൻ റൈറ്റ്സ്. ഇപ്പം ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിലീജിയൻ്റെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ ടാബുവാണ്. പക്ഷേ സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഇവരെ ടാബു ആക്കിയിട്ട് ബുദ്ധിമുട്ടിക്കരുത്, ഇവരോട് ടോർച്ചർ ചെയ്യരുത് എന്നുള്ളത് സയൻസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ മൊറാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് സയൻസ്. ഇനി മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, നേരത്തെ ആനിമൽസിലുള്ള മോറൽ ആൻഡ് ഇമ്മോറൽ കാര്യങ്ങളിലോട്ട് പോകുന്നത് ഞാൻ ഒരു ഇച്ചിരി ഇൻഡിവിജ്വൽ ലെവലിലോട്ട് പോവുകയാണ്. അതായത് മനുഷ്യരുടെ ഇടയിലും കുറച്ച് ഡാർക്ക് ട്രയാഡ്സ് ആൻഡ് ലൈറ്റ് ട്രയാഡ്സ് ഉണ്ട്. അതായത് പീപ്പിൾ ഹൂ ആർ കുറച്ച് combination of psychopathy, narcissism and Machiavellianism. That is basically people who are dark triads. And second is light triads. അതായത് അവർ കൂടുതലും വിശ്വസിക്കുന്ന മറ്റുള്ളവരുടെ നന്മയിലും മറ്റുള്ളവരെ ഉപയോഗിക്കരുതെന്നും അതേപോലെ തന്നെ മനുഷ്യരാശിയിൽ വിശ്വസിക്കുന്ന ആൾക്കാരുമായിരിക്കും. അതായത് ഇത് ഒരു വളരെ ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിൽ തന്നെ കുറച്ച് നന്മയുണ്ട്, നമ്മളുടെ ഉള്ളിൽ തന്നെയും കുറച്ച് തിന്മയുണ്ട്. ഇതൊരു സ്പെക്ട്രമായിട്ടാണ് ഉള്ളത് നമ്മുടെ പോപ്പുലേഷനിൽ തന്നെ. പക്ഷെ വളരെ കുറച്ച് ആൾക്കാർ ആ ഒരു ഡാർക്ക് ട്രയാഡിലെ സൈക്കോട്ടിക് സ്പെക്ട്രത്തിൽ വരും. വളരെ കുറച്ച് ആൾക്കാർ ഒരു ആൻറ്റി സൈക്കോട്ടിക്കിലെ വളരെ എക്സ്ട്രീം ലൈറ്റ് ട്രയാഡ്സിൽ വരും. സോ ആ ഒരു സൈക്കോട്ടിക് ആ ഒരു എൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും ആ ഒരു മോറൽ സ്പെക്ട്രത്തിൻ്റെ അകത്താണ് വരുന്നത്. സോ ഇപ്പോഴും സയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരാശിയിൽ ഇപ്പോഴും മൊറാലിറ്റി ഉണ്ട്. ആ മനുഷ്യൻ്റെ ബിഹേവിയറിൽ തന്നെ മൊറാലിറ്റി ഇപ്പോഴും ഉണ്ട്. ഇനി നമ്മൾ ആ സൈക്കോപ്പത്തി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ സൈക്കോപാത്തിക് പീപ്പിളുടെ ആൾക്കാരുടെ പ്രശ്നം എന്താണ്? ദേ ജസ്റ്റ് ഡോണ്ട് കെയർ അബൌട്ട് അതേഴ്സ്. അവർക്ക് അതിനുള്ള കഴിവില്ല. ഇതെന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്, അവരുടെ ബ്രെയിനിലുള്ളൊരു ഡിസോർഡറാണ്. സോ അതിന് അവരെ കുറ്റം പറയാനൊക്കത്തില്ല. കാര്യം അവരുടെ ബ്രെയിൻ സ്ട്രക്ചർ, അവരുടെ ജെനറ്റിക് മേക്കപ്പ് അതൊരു മെയിൻ ഫാക്ടറാണ്. അവർ ഈ ലോകത്തേക്ക് വന്നേക്കുന്നത് അങ്ങനെയാണ്.
പിന്നെ വരുന്നൊരു ഫാക്ടർ എൻവയൺമെൻറ്റൽ ഫാക്ടറാണ്. അവരുടെ പാരൻറ്റിങ്, അവരുടെ സോഷ്യൽ ഗ്രൂപ്പ്, അവരുടെ അതേപോലെ അവരെവിടെയാണ് ജീവിക്കുന്നത്, ഇതെല്ലാം അതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ്. ഞാൻ പറഞ്ഞു സൈക്കോപാത്സിന് മറ്റുള്ളവരെ കുറിച്ച് ഒരു വലിയ കെയർ ഇല്ല, അവർക്ക് അതിനുള്ള കഴിവില്ല. വേറെ എന്തൊക്കെയാണ് സൈക്കോപാത്സിലെ ഡ്രഗ് ട്രയാഡ്സിൻ്റെ എക്സ്ട്രീം ആൾക്കാരുടെ സ്വഭാവങ്ങൾ? അവർ എന്താ പറയുന്നത്, മറ്റുള്ളവരോട് ഭയങ്കര അഗ്രസീവ് ആയിരിക്കും. നമ്മൾ രണ്ട് രീതിയിൽ അഗ്രസീവ് ആകാറുണ്ട്. ചില സമയത്ത് നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അതിനോട് റിയാക്ട് ചെയ്ത് അഗ്രസീവ് ആകാറുണ്ട്. അതേസമയം ഈ സൈക്കോപാത്സ് ചില സമയത്ത് എന്താ പറയുക, ത്രെട്ടൻ ചെയ്യും. നീ എനിക്കിത് തന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് ഇത് ചെയ്യും. ഇത് കുറച്ചുകൂടെ സട്ടിലായിട്ടാണെങ്കിൽ പോലും ഈ ഒരു ത്രെട്ടനിങ് ലെവലിലായിരിക്കും അഗ്രഷൻ കാണിക്കുന്നത്. വേറൊന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലും പേടിയില്ല. അവർക്ക് പേടി ഫീൽ ചെയ്യാനുള്ള ബ്രെയിൻ സ്ട്രക്ചർ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുന്നത്, ഭയങ്കര ബോൾഡ് ആയിരിക്കും. ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ തെറ്റ് ചെയ്യുന്നതിൽ പോലും അവർക്ക് ചില സമയത്ത് പ്ലെഷർ വരും. അതായത് ഒരു സ്റ്റോറിൽ പോയിട്ട് ഒരു സാധനം ദേ സ്റ്റീൽ സംതിങ് ആൻഡ് ഇല്ലെങ്കിൽ ഒരാളോട് മുഖത്ത് നോക്കി കള്ളം പറയുന്നു ആൻഡ് ദേ സേ ഇറ്റ് ആസ് എഫ് അവർക്ക് ഒരു പ്രശ്നവും ഇല്ല ആ കള്ളം പറയാൻ, ദേ എൻജോയ് ഇറ്റ്. സോ ഇങ്ങനത്തെ ആൾക്കാർ ഈവൻ പോളിഗ്രാഫ് ടെസ്റ്റിൽ പോലും വരാറില്ല, പിടിക്കപ്പെടാറില്ല. സോ ഞാൻ ഇതൊക്കെ പറയുന്നത് നോൺ വയലൻറ്റ് സൈക്കോപാത്സിനെ കുറിച്ച്, അതായത് ഈ സീരിയൽ കില്ലേഴ്സ് ഒന്നും അല്ലാത്ത സൈക്കോപാത്സും ഉണ്ട്. ഞാൻ അവരുടെ കാര്യമാണ് ഈ പറയുന്നത്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ദിസ് റിലീജിയൻ. അതിനകത്ത് ഈ ദൈവത്തിൻ്റെ റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് ഈ സൈക്കോപാത്തിനെ എന്തോ ചെയ്യാനാ? ദൈവത്തിൻ്റെ ഹെൽ ഫയർ ഇല്ലെങ്കിൽ ദോഷം, സൈക്കോപാത്ത് പേടിയില്ലാത്ത സൈക്കോപാത്ത് എന്ത് ചെയ്യും അതും വെച്ചോണ്ട്? ഇല്ലെങ്കിൽ എനിക്കിപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്കിപ്പം കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു സൈക്കോപാത്ത് ഈ എന്താ പറയുക, സ്വർഗത്തിൽ ഉള്ള റിവാർഡിനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ബോറടിച്ചു പോകത്തേ ഉള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവൻ്റെ കാര്യം നോക്കി പോകും, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും, ദൈവത്തിൻ്റെ കാര്യം അവിടെ ഇരുന്നോട്ടെന്ന് തന്നെ വിചാരിക്കുകയും ചെയ്യും. സോ ഒരു കാരണവശാലും നമ്മുടെ സൊസൈറ്റിയിൽ ഈ സ്പെക്ട്രം ഓഫ് പീപ്പിൾ ഉള്ളിടത്ത് സൊസൈറ്റിയിൽ മൊറാലിറ്റി റിലീജിയനെ ബേസ് ചെയ്യുന്നത് ഒരു നല്ല ഐഡിയ അല്ല. ഇനി നമ്മൾ ഇങ്ങനെ ജനിക്കുന്ന ആൾക്കാരെ അവരെ അതുകൊണ്ട് ഒറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ഒരു കാരണവശാലില്ല. അത് അവരുടെ കുറ്റമല്ല, അവരങ്ങനെ ജനിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റുകളിൽ അവരെ അക്കൗണ്ടബിൾ ആക്കാൻ പാടില്ല എന്നുണ്ടോ? ഒരിക്കലും അവരെ അക്കൗണ്ടബിൾ ആക്കണം. ഞാൻ ഇനി മുന്നോട്ട് പോകുന്നതിന് മുന്നേ 2 എക്സാമ്പിൾ പറയാം. ഇത് അമർജിത് സാഡ, ഇന്ത്യയിൽ ഉണ്ടായൊരു കേസാണ്. പുള്ളിക്കാരൻ 8 വയസ്സിനുള്ളിൽ 3 കൊലകൾ ചെയ്തിരുന്നു. പുള്ളിക്കാരൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ വയലൻ്റ് ഒക്കെയാണ്. അതായത് ഒരു ലേബർ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചൊരു കുട്ടിയാണ്. സ്വന്തം അനീത്തിനെ പോലും കൊന്നു. ആൻഡ് പുള്ളിക്കാരൻ കൊന്നത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. അതായത് പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്നടുത്താണ് കുഴിച്ചിട്ടേക്കുന്നത് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണിത്. സോ കുട്ടികളുടെ ഇടയിൽ ഇതൊരു കോണ്ടക്ട് ഡിസോർഡർ ആയിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷെ പുള്ളിക്കാരന് വേണ്ടുന്ന തെറപ്പി കൊടുത്തു, മെഡിക്കേഷൻ കൊടുത്തു, ബിഹേവിയറൽ ചേഞ്ചസ് കൊടുത്തു. ഇതെല്ലാം പറയുമ്പോഴും ഡിസ്ക്ലെയിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇപ്പോഴും എംപത്തിയോ ഇല്ലെങ്കിൽ ഫിയർലെസ്നെസ്സോ ഒന്നും വന്നിട്ടില്ല. ആകെ ഉണ്ടെന്ന് പറയുന്നത് എങ്ങനെ ഒരു പ്രോ സോഷ്യൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ഒരു നല്ലൊരു സിറ്റിസൺ ആയിട്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പം ഇന്ത്യൻ അതോറിറ്റി പുള്ളിക്കാരൻ്റെ പേരും ഐഡൻറ്റിറ്റി എല്ലാം മാറ്റിയിട്ട് പുള്ളിക്കാരൻ ഇപ്പം സൊസൈറ്റിയിലുണ്ട്. ഹീ ഈസ് ഓൾറെഡി ട്രാക്ഡ്. പക്ഷെ നമുക്ക് ആർക്കും അറിയത്തില്ല പുള്ളിക്കാരൻ്റെ പേരെന്താ എന്നൊന്നും അറിയത്തില്ല. അതോറിറ്റീസിന് മാത്രമേ അറിയത്തുള്ളൂ. വേറൊരു എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് ഡോക്ടർ ജെയിംസ് ഫാലൻ. പുള്ളിക്കാരൻ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ. പുള്ളിക്കാരൻ റിസർച്ച് ചെയ്യുന്ന സമയത്ത്, അതായത് സൈക്കോട്ടിക് കില്ലേഴ്സിൻ്റെ ബ്രെയിൻ സ്ട്രക്ചർ സ്കാനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ബ്രെയിൻ സ്കാൻ കണ്ടു. അതായത് എക്സ്ട്രീം സൈക്കോപാത്തിൻ്റെ ഒരു ബ്രെയിൻ സ്കാൻ. അവസാനം ടെക്നീഷ്യൻ പറഞ്ഞു അത് നിങ്ങളുടെ തന്നെ ബ്രെയിൻ സ്കാൻ ആണെന്ന്. അവസാനം പുള്ളിക്കാരൻ ഇത് എൻ്റെ തന്നെയോ, അതെങ്ങനെ,
അവസാനം പിന്നെയും പുള്ളിക്കാരനെടുത്തു. പുള്ളിക്കാരൻ്റെ ബ്രെയിൻ സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ അവസാനം പുള്ളിക്കാരൻ്റെ അമ്മ പറഞ്ഞു, നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് വയലൻറ്റ് മർഡറേഴ്സ് ഉണ്ടെന്നുള്ളത്. ഇവൻച്വലി പുള്ളിക്കാരൻ്റെ ജെനറ്റിക് ടെസ്റ്റ് നടത്തി ആൻഡ് ഹീ ഡസ് ഹാവ് ജെനറ്റിക് മേക്കപ്പ് ഓഫ് എക്സ്ട്രീം വയലൻറ്റ് സൈക്കോപാത്ത്. പക്ഷെ പുള്ളിക്കാരൻ ഒരു വളരെ പ്രോ സോഷ്യൽ ഹ്യൂമൻ ബീങ് ആണ്. അതായത് പുള്ളിക്കാരന് വൈഫുണ്ട്, കുട്ടികളുണ്ട്, വളരെ നല്ല ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. പുള്ളിക്കാരൻ ഒരുപാട് എമ്പതി കാണിക്കുന്ന ഒരു വ്യക്തിയല്ല, അത് പുള്ളിക്കാരൻ്റെ വൈഫും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഒരു സൊസൈറ്റിയിൽ ഒരു നല്ലൊരു കോൺട്രിബ്യൂട്ട് ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതാണ് ആ ഒരു ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ്. അതായത് ചെറുപ്പത്തിലെ ക്യാപ്ചർ ചെയ്യുമ്പം ആ നേർച്ചർ ചെയ്യുന്നതിൻ്റെ ഡിഫറൻസാണ് നമ്മളിവിടെ കണ്ടത്. ഇപ്പം എൻ്റെ മുന്നേ ഉള്ള ഒരു പ്രസൻറ്റർ അവിടെ പറഞ്ഞിരുന്നു എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നേർച്ചറിങ് എന്നുള്ളത്. ഈവൻ ഇഫ് ആ ജെനറ്റിക് മേക്കപ്പും ന്യൂറോബയോളജിയും നേരെ തിരിച്ചാണെ പോലും നേർച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ നേർച്ചറിനകത്ത് വരുന്നതാണ് നമ്മുടെ പാരൻറ്റിങ്ങും അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയും. സോ ഇവർക്ക് രണ്ടുപേർക്കും സൈക്കോപാത്തിക് ട്രേറ്റ്സ് ഉണ്ടായിരുന്നു അവരുടെ ബയോളജിയിൽ. പക്ഷേ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ് മാത്രമായിരുന്നു പ്രോബ്ലം. ചില സൈക്കോപാത്സ്, വയലൻ്റ് ആയിട്ടുള്ള സൈക്കോപാത്സ്, അവർ റിഡീം ചെയ്യാൻ പറ്റത്തില്ല. അതായത് അവർ അഡോളസൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ നമ്മൾ അവരെ ക്വാറന്റൈൻ ചെയ്തേ പറ്റത്തുള്ളൂ. അവരെ ഉപദ്രവിച്ചിട്ടോ ഇല്ലേ ഉപദേശിച്ചിട്ടോ കാര്യമൊന്നുമില്ല. അവരെ ഹെൽപ്പ് ചെയ്യുക, അവർക്ക് അവരുടേതായ ഒരു ക്വാറന്റൈൻ സിസ്റ്റം ഉണ്ടാക്കുക, സൊസൈറ്റിയിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക. പക്ഷേ അല്ലാത്തവരെ നമ്മൾ ആദ്യമേ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റി, പൊളിറ്റിക്കൽ സിസ്റ്റം, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് ഇതെല്ലാം നമ്മൾ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പവറിലെ അതോറിറ്റേറ്റീവ് ഏരിയാസിൽ ഡാർക്ക് ട്രയാഡ്സ് വരുന്നത് കുറയ്ക്കണം. സോ അതിനെന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈവൻ ഈ സൈക്കോപാത്സ് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 20% ഓഫ് CEOs എന്ന് പറയുന്നത് സൈക്കോപാത്സ് ആണെന്നാണ് ഒരു റിസർച്ച് പറയുന്നത്. കാര്യം ദേ ഹാവ് ഇല്ലെങ്കിൽ സൈക്കോപാത്തിലെ ഡാർക്ക് ട്രയാഡ്സ് ബിക്കോസ് അവർക്കൊരു ടെൻഡൻസി ഉണ്ട് പവറിനോട് ഉള്ള ഒരു അഫിനിറ്റി ഇല്ലെങ്കിൽ ആഗ്രഹം, അതേപോലെ തന്നെ മാനിപ്പുലേഷനുള്ളൊരു കേപ്പബിലിറ്റി, ആ പവർ ഹോൾഡ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, ഇത് അതേപോലെ തന്നെ അറ്റൻഷൻ, നാർസിസിസം, തന്നോടുള്ള സ്നേഹം, ഇത് നന്നായിട്ട് കൂടുതലുള്ള ആൾക്കാരൊക്കെ ഈ പവർ എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് പോകുന്നൊരു ടെൻഡൻസി വളരെ കൂടുതലാണ്. ഇത് ഞാൻ കൂടുതലും റെഫർ ചെയ്തത് ഒരു ബ്രയൻ ക്ലാസ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ ഒരു വർക്കിൽ നിന്നാണ്. എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ബെറ്റർ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളത്. ഇത് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ഞാൻ റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം നമ്മൾ മാറ്റിയെടുക്കുക. അതായത് ഇപ്പോൾ പോലീസിൻ്റെ ആയാലും ഇല്ലെങ്കിൽ നമ്മുടെ സിവിൽ സർവീസിൻ്റെ ആയാലും നമ്മുടെ ഓഫ്കോഴ്സ് പൊളിറ്റീഷ്യൻസിൻ്റെ ആയാലും അതിൻ്റെയൊക്കെ എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണം ആ ജോബ്, ആ റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റം ഇറ്റ്സെൽഫ്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ മാറ്റിയെടുക്കുക, അതിൻ്റെ റിവാർഡ് സിസ്റ്റംസ് മാറ്റിയെടുക്കുക. ഇനിയും രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി. അതായത് അവർ ചെയ്യുന്ന ജോലി മര്യാദയ്ക്ക് ചെയ്യുന്നുണ്ടോ, അവർ ചെയ്യുന്ന ആക്ഷൻസിന് അവർ അക്കൗണ്ടബിൾ ആയിരിക്കണം. ഓരോ തവണയും അത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യണം. ആ പ്രോസസ്സെല്ലാം കണ്ടിന്യൂസ് റിവ്യൂ വളരെ അത്യാവശ്യമാണ്. ചെക്സ് ആൻഡ് ബാലൻസസ്, ക്രിയേറ്റ് സ്ട്രക്ചേഴ്സ് ദാറ്റ് ഡൈല്യൂട്ട് ദ ഇനി ഓഫ്കോഴ്സ് ഏതൊരു പവറും മോണോപ്പൊളിയിൽ നിന്ന് കഴിഞ്ഞാൽ അഗൈൻ ഇറ്റ് ഗോസ് ബാക്ക് ടു അതോറിറ്റേറിയൻ സിസ്റ്റം. സോ ദാറ്റ് നീഡ്സ് ടു ബി ബാലൻസ്ഡ്. ഇനി ഞാൻ റെഫർ ചെയ്തത് ആൻഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ദിസ്, എസൻസ് ഗ്ലോബലിൽ തന്നെ രാകേഷ് ഉണ്ണികൃഷ്ണൻ ചെയ്ത അധികാര പ്രണയം. ഈ ഒരു വീഡിയോ എങ്ങനെ അങ്ങനെ ഒരു സിസ്റ്റമിലെ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുള്ളൊരു വീഡിയോ ആണ് പുള്ളിക്കാരൻ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ബ്രയൻ ക്ലാസ് കറപ്റ്റബിൾ എന്ന് പറയുന്ന ബുക്ക്,
ഇത് രണ്ടും കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ഈ സ്കാൻഡിനേവിയനിലെ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ എങ്ങനെയാണ് ആ സിസ്റ്റംസിലെ ആ എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്ട് ചെയ്തേക്കുന്നത്, എത്രമേൽ സക്സസ്ഫുൾ ആണ്, ആൻഡ് എന്തുകൊണ്ട് അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ടു കൺക്ലൂഡ്, മൊറാലിറ്റി അതേപോലെ തന്നെ ഹ്യൂമൻ ഡീസൻസി, ഇതിന് ദൈവത്തിൻ്റെ ആവശ്യമില്ല. നമ്മളുടെ റീസൺ, നമ്മളുടെ അണ്ടർസ്റ്റാൻഡിങ്, നമ്മളുടെ ഉള്ളിലെ ധാർമ്മികത ഇത് മതിയാകും. കാരണം ഇത് മനുഷ്യനെക്കാട്ടിലും മുന്നേ ഈ ലോകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം വരുന്നതിന് മുന്നേ ധാർമ്മികത ഇവിടെ ഈ ലോകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് അത് മുന്നോട്ട് കുറച്ചുകൂടെ നന്നാക്കി മുന്നോട്ട് പോകാം. ഇനി ബിൽഡിംഗ് സൊസൈറ്റി based on religion and similar ideologies, അത് ഒരു കാരണവശാലും ഒരു നല്ല കാര്യമല്ല. എസ്പെഷ്യലി ഒരു പ്രോഗ്രസീവ് സൊസൈറ്റിയിൽ ഒരു കാരണവശാലും ഒരു അതോറിറ്റേറിയൻ സിസ്റ്റം ഒരു കാരണവശാലും ഹെൽപ്ഫുൾ അല്ല, ഒരു കാരണവശാലും അത് സോഷ്യൽ വെൽഫെയർ ഉണ്ടാക്കത്തില്ല, ഒരു കാരണവശാലും അത് ഹ്യൂമെയിൻ അല്ല, കൈൻഡ് അല്ല. ഇനി yes, of course, world can be a better place by relying on science, reason and humanism. അത് ഒന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലോകം നന്നാക്കാൻ പറ്റത്തില്ല. സയൻസ് മാത്രമായിട്ടോ റീസൺ മാത്രമായിട്ടോ, പക്ഷേ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എവറിഥിങ്. ബട്ട് വി ourselves can do that. That's my point. And to conclude, human decency is not derived from religion, it precedes it. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഇൻ്റലക്റ്റാണ് ക്രിസ്റ്റഫർ ഹിച്ചൻസ്. താങ്ക് യു സോ മച്ച് എന്നെ കേട്ടുകൊണ്ടിരുന്നതിൽ.